എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും ഏറെ ചർച്ചയാക്കപ്പെടുന്ന ഒരു പേരാണ് ഹെഡ്ഗേവർ. ഹെഡ്ഗേവർ ഹെഡ്ഗേവർ ആരാണ് ഈ ഹെഡ്ഗേവർ? അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് കേശവ ബലിറാം ഹെഡ്ഗേവർ. ആളുകൾ സ്നേഹപൂർവ്വം ഡോക്ടർ ജി എന്ന് വിളിക്കുന്ന ഒരു മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ പാലക്കാട് നഗരസഭ ഈ ഭിന്നശേഷിക്കാർക്കുള്ള നൈപുണ്യ വികസന ലക്ഷ്യമിട്ട് തുടങ്ങുന്ന കേന്ദ്രത്തിന് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആ നൈപുണ്യ വികസനത്തിന് കേന്ദ്രത്തിന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നഗരസഭയിലെ പ്രതിപക്ഷമായ കോൺഗ്രസും CPM-ഉം അതിനെതിരെ ഭയങ്കരമായ വളരെ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? നഗരസഭാധ്യക്ഷയെ ഉപദ്രവിക്കുന്ന, ഒരു സ്ത്രീ ആയിട്ട് പോലും അവരെ ഉപദ്രവിക്കുന്നു, അവരെ അപമാനിക്കുന്നു, അവരുടെ മുടിയിൽ വലിച്ചവരെ വലിച്ചു താഴെ ഇടുന്നു, വളരെ മോശമായിട്ട്. അതിനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽപ്പെട്ട എല്ലാ നഗരസഭാംഗങ്ങളും മത്സരിക്കുകയാണ് ഈ ഡോക്ടർ ജിയുടെ പേരിനെയും ഈ നഗരസഭാധ്യക്ഷയും അപമാനിക്കുന്നതിനായിട്ട്. അവരൊന്നിനൊന്ന് മത്സരം, ഞങ്ങളാണ് കൂടുതൽ അപമാനിച്ചത്, ഞങ്ങളാണ് കൂടുതൽ ഇവർക്ക് പണി കൊടുത്തതെന്ന് പറഞ്ഞു വരുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ആരാണ് ഈ ഹെഡ്ഗേവർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവർ, അതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം. സ്നേഹപൂർവ്വം ആളുകൾ അദ്ദേഹത്തെ ഡോക്ടർ ജി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹമാണ് RSS എന്ന മഹാപ്രസ്ഥാനം, ലോകം മുഴുവനും ആദരിക്കുന്ന ആ മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അതിനുള്ള കാരണം എന്താണെന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 1919 മുതൽ ഏകദേശം 1923 കാലഘട്ടത്തിൽ അദ്ദേഹം സജീവമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളായിരുന്നു ഈ ഡോക്ടർ ജി. എന്നാൽ ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത്. 2025 അദ്ദേഹം RSS രൂപീകരിച്ചുവെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ RSS എന്ന സംഘടനയുടെ പേരിൽ, RSS എന്ന സംഘടന നേരിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്നേ ഉള്ളൂ. ആ പ്രസ്ഥാനത്തിലെ അംഗങ്ങളും അദ്ദേഹവും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു, അതിൻ്റെ പങ്കാളികളുമായിരുന്നു. അത്തരം ഒരു ഭാരതത്തിൻ്റെ മഹാനായ പുത്രനെയാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇവരെ എല്ലാം പാർട്ടിയുടെ ഒരു യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവർ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാണ്? ഈ നമ്മുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ച് മറ്റു രീതിയിലും മറ്റു വാക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു? ഈ ഡോക്ടർ ജി. നിങ്ങൾ മനസ്സിലാക്കുക, തീവ്രമായ ദേശഭക്തിയും ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ ഉറച്ചിരുന്നു. 8 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം, അന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ 8 വയസ്സുള്ളപ്പോൾ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായമാണ്. ആ സമയത്ത് അദ്ദേഹം
പഠിച്ചിരുന്ന സ്കൂളിൽ അന്നത്തെ നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിൻ്റെ 60-ാം വർഷം നമ്മുടെ രാജ്യമെങ്ങും ലോകമെങ്ങും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർജി പഠിച്ചിരുന്ന സ്കൂളിലും ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കുഞ്ഞ് 8 വയസ്സുള്ള ആ വിദ്യാർത്ഥി ഈ വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിൻ്റെ 60-ാം വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിച്ചു അദ്ദേഹം. തന്നെയല്ല, 12 വയസ്സുള്ളപ്പോൾ, അന്നും അറിയാം നമ്മൾ വിദ്യാർത്ഥിയാണ്, 12 വയസ്സുള്ളപ്പോൾ ബ്രിട്ടീഷ് രാജാവ് എഡ്വേർഡ് 7-ാമൻ്റെ കിരീടധാരണവും അതിൻ്റെ ആഘോഷവും അദ്ദേഹം ബഹിഷ്കരിച്ചു. ഇതിന് കാരണം എന്താണ്? അദ്ദേഹത്തിലെ ചെറുപ്പം മുതൽ തന്നെ രൂഢമൂലമായിരുന്ന അടിയുറച്ച ദേശസ്നേഹം എന്ന വികാരമാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ കർമ്മം ചെയ്യിച്ചത്. അദ്ദേഹം ഒരു ദേശസ്നേഹിയായതുകൊണ്ട്, രാജ്യസ്നേഹിയായതുകൊണ്ട്, ഭാരതം എന്ന മാതാവിൽ അത്രമാത്രം എന്താ പറയുക, സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഭാരതം മൊത്തത്തിൽ ഈ ആഘോഷങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം അത് ബഹിഷ്കരിക്കാൻ കാരണം. ഇതിൽ നിന്ന് തന്നെ തീരെ ചെറുപ്പത്തിൽ തന്നെ ദേശസ്നേഹം എന്ന ആ ഒരു വികാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം ആഴ്ന്നിറങ്ങി എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1902 അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതോടെ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അദ്ദേഹത്തിന് വളർത്തിയത്. ഡോക്ടർജിക്ക് നല്ല ഒരു ഭാവി ലഭിക്കുന്നതിന് വേണ്ടി നാഗ്പൂരിലെ അതിപ്രശസ്തമായ നീൽ സിറ്റി സ്കൂളിലാണ് അദ്ദേഹത്തെ അമ്മാവൻ കൊണ്ട് ചേർത്തത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കെ 1907 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സർക്കുലർ ലംഘിച്ച് സ്കൂളിൽ വന്ദേമാതരം പാടി. അന്ന് ഇതുകൊണ്ടായിട്ട് വന്ദേമാതരം എന്ന അതേപോലുള്ള ദേശഭക്തി ഗാനങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരാണല്ലോ ഭരിക്കുന്നത്. ജനങ്ങളിൽ ദേശബോധം ഉണ്ടാകരുത്. ഈ സ്വാതന്ത്ര്യ സമരം ഒക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് അവർ അത് നിരോധിച്ചു കർശനമായിട്ട്. വന്ദേമാതരം പാടരുത് എന്ന് ബ്രിട്ടീഷ് സർക്കാർ വിലക്കി. ഡോക്ടർജി ഉണ്ടോ അത് മാനിക്കുന്നു. അദ്ദേഹത്തിലെ അടിയുറച്ച ദേശീയബോധം, ദേശസ്നേഹം ഇതിനെ ഒരു രീതിയിലും അംഗീകരിക്കാതെ അദ്ദേഹം ഈ വിലക്ക് ലംഘിച്ച് സ്കൂളിൽ വന്ദേമാതരം പാടി. ഇതോടെ അദ്ദേഹം സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 1908 ദസറ ആഘോഷത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പ്രകോപനപരമായി അദ്ദേഹം പ്രസംഗിച്ചു. ഈ പ്രസംഗത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നിയമം 108-ാം വകുപ്പ് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കണം, എന്തോ പ്രായമുണ്ടെന്ന്, തീരെ ചെറുപ്പമാണ്, അദ്ദേഹത്തിലെ അടിയുറച്ച ദേശീയ ബോധമാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യിച്ചത്. അദ്ദേഹം ഒരു രാജ്യദ്രോഹിയാണോ? വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ ഭാഷയിൽ പറയുന്ന രാജ്യദ്രോഹിയാണോ? അവിടെ നിൽക്കട്ടെ. 1909 മെട്രിക്കുലേഷന്, നമ്മുടെ ഇപ്പോഴത്തെ SSLC എന്ന മെട്രിക്കുലേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. മെട്രിക്കുലേഷന് ഉയർന്ന മാർക്കോടുകൂടി ആണ് അദ്ദേഹം പാസ്സായത്. അതേ തുടർന്ന് അദ്ദേഹത്തെ കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ വൈദ്യശാസ്ത്ര പഠനത്തിന് കൊണ്ട് ചേർത്തു. 1915 വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയതിന് ശേഷം 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പും അദ്ദേഹം അവിടെ പൂർത്തിയാക്കി. ഏതൊരു കാര്യത്തിനും ഇപ്പം MBBS പാസ്സായി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. അതിനകത്തിൽ വൈദഗ്ധ്യം നേടണം എന്നുണ്ടെങ്കിൽ
ഒരു വർഷം, ഏറ്റവും കുറഞ്ഞ ഒരു വർഷം അവിടെ രോഗികളെ ചികിത്സിച്ച് അവിടെ പ്രവൃത്തി പരിചയം നേടേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വർഷം അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കി 1917 അദ്ദേഹം നാഗ്പൂരിൽ തിരിച്ചെത്തുകയുണ്ടായി. നാഗ്പൂരിൽ തിരിച്ചെത്തിയ അദ്ദേഹം നമ്മുടെ അന്നത്തെ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന, കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന, സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന ബാലഗംഗാധര തിലകൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറെ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയുണ്ടായി. അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഭാഗമല്ല. അതുകൂടെ നമ്മൾ ചിന്തിക്കണം. അത് അന്ന് ഒരു നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിനായിട്ട് ഇതേപോലുള്ള മഹാത്മാക്കൾ നയിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനമായിരുന്നു യഥാർത്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറേ അഞ്ചാം പത്തികൾ പ്രവർത്തിക്കുന്ന, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന കുറേ കക്ഷികൾ ചേർന്ന ഒരു കൂട്ടായ്മയെന്ന് നമുക്ക് പറയാം. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസിൽ ചേർന്നിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് അതിലാവശ്യമില്ലായിരുന്നു. അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിച്ചു. ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ ജോലി തുടർന്നു. ഈ ഡോക്ടർ എന്നുള്ള ജോലി തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് ധനസമ്പാദനം മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്യാതെയാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ നമുക്കറിയാം, കോൺഗ്രസിനൊരു സംഘടനയുണ്ട്, സേവാദൾ. കോൺഗ്രസിൻ്റെ സേവാദൾ, അതിൻ്റെ പൂർവ്വരൂപമായിരുന്നു ഹിന്ദുസ്ഥാനി സേവാദൾ. ഇന്ത്യൻ സേവാദൾ ആണെന്ന് തോന്നുന്നു ഇപ്പം അതിൻ്റെ പേര്. പക്ഷേ ആദ്യകാലത്ത് അതിൻ്റെ പേര് ഹിന്ദുസ്ഥാനി സേവാദൾ എന്നായിരുന്നു. അതിൻ്റെ വോളണ്ടിയർ വിഭാഗത്തിലെ സജീവ അംഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിലും കോൺഗ്രസ് പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ വഴിമാറ്റി ചിന്തിപ്പിക്കാൻ കാരണം ബാലഗംഗാധരൻ തിലകൻ്റെ മരണത്തെ തുടർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് ഗാന്ധിജി എത്തിയതോടെയാണ്. ഗാന്ധിജി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെത്തി. അദ്ദേഹം തിലകൻ്റെയൊക്കെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹത്തിൻ്റെ നയങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. അതോടെ ആ കോൺഗ്രസിൻ്റെ നയങ്ങളുമായി ഡോക്ടർ ജിക്ക് ഒത്തുപോകാൻ കഴിയാത്ത രീതിയിലുള്ള നിരാശയാണ് ഉണ്ടായത്. തികച്ചും ഒരു ദേശീയവാദിയായ ഒരാളിന് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നയവ്യതിയാനങ്ങൾ, കോൺഗ്രസിൻ്റെ നയത്തിലുണ്ടായ വ്യതിയാനം അദ്ദേഹത്തെ നിരാശനാക്കി. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യം അത് ഇങ്ങനൊരു നിർദ്ദേശം വന്നിരുന്നു. അശോക സ്തംഭം ആലേഖനം ചെയ്ത കാവിക്കൊടിയായിരിക്കണം ഭാരതത്തിൻ്റെ ദേശീയ പതാക എന്ന് ആണ് കോൺഗ്രസിൻ്റെ സമ്മേളനം അന്ന് അംഗീകരിച്ചത്. എന്നാൽ ഗാന്ധിജി അത് വീറ്റോ ചെയ്തിട്ട് ആ തീരുമാനത്തെ കോൺഗ്രസ് എടുത്ത ആ തീരുമാനത്തെ ഗാന്ധിജി വീറ്റോ ചെയ്തിട്ട് അത് വേണ്ട, ഈ ത്രിവർണ പതാക ആയിരിക്കും കോൺഗ്രസിൻ്റെ ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെ ആണ് തീരുമാനിച്ചത്. അപ്പോൾ തന്നെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന്. ഈ മഹാരാജ്യത്തെ ഭൂരിപക്ഷത്തിനെ ഒരു രീതിയിലും അദ്ദേഹം അംഗീകരിക്കില്ല, മാനിക്കില്ല എന്ന് ഉള്ള ആ ഒരു നിലപാടിൻ്റെ സൂചനയായിരുന്നു
ഗാന്ധിജിയുടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ സംഭവം. അതിൽ ഏറെ നിരാശനായിരുന്നു ഈ ഡോക്ടർ ജി. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വരാൻ കാരണം. ഗാന്ധിജിയുടെ ഈ നിലപാടുകളെ ഖഡ്ഗേവർജി എതിർത്തിരുന്നു, ഡോക്ടർ ജി എതിർത്തിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം പുറത്തു വന്നിട്ട് 1925 അദ്ദേഹം RSS രൂപീകരിക്കുന്നത്. ഈ RSS രൂപീകരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഗാന്ധിജിയുടെ നിലപാടുകൾ, നയങ്ങളിൽ എതിർപ്പുണ്ടായിട്ട് കൂടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ, കോൺഗ്രസിൽ തുടർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് 1921 ഓഗസ്റ്റ് 19 മുതൽ 1922 ജൂലൈ 12 വരെ ജയിലിലും കിടക്കേണ്ടി വന്നു. അത് അദ്ദേഹം ഒരു തികഞ്ഞ ദേശീയവാദിയും ദേശസ്നേഹിയും ആയതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് അദ്ദേഹം RSS എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് നോക്കാം. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഈ വീഡിയോ. അദ്ദേഹത്തിൻ്റെ, ഡോക്ടർ ജിയുടെ ചിന്താധാരകളെ നമ്മുടെ രാജ്യത്തിൻ്റെ മഹാന്മാരായ പുത്രന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളായ സ്വാമി വിവേകാനന്ദൻ, നമ്മുടെ അരവിന്ദ മഹർഷി, ഹിന്ദു മഹാസഭാ നേതാവായിരുന്ന വിനായക ദാമോദർ സവർക്കർ, അദ്ദേഹം സവർക്കർ, വീര സവർക്കർ എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെയും ഈ വിദ്വാൻമാർ വളരെയേറെ അധിക്ഷേപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈയിടയ്ക്ക് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്കും മുന്നറിയിപ്പും കൊടുക്കേണ്ടി വന്നു. വീർ സവർക്കർ, അതായത് സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നുവെന്നും ഇത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളെ അധിക്ഷേപിക്കരുതെന്നും, അധിക്ഷേപിച്ചാൽ ഞങ്ങൾ സ്വമേധയാ കേസെടുക്കുമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി ശാസിച്ചിരുന്നു. ആ വീര സവർക്കറിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ സ്വാമി വിവേകാനന്ദൻ, അരവിന്ദ മഹർഷി, വിനായക് ദാമോദർ സവർക്കർ അഥവാ വീർ സവർക്കർ, ഇതേപോലുള്ള മഹാത്മാക്കളുടെ ആശയങ്ങളും തത്വങ്ങളും ഡോക്ടർ ജിയെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. ആ സ്വാധീനമാണ് അദ്ദേഹത്തെ RSS രൂപീകരണത്തിലേക്ക് നയിച്ചത്. അദ്ദേഹം കരുതി ഈ രാജ്യത്തിൻ്റെ അഖണ്ഡമായി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, അപ്പോഴേക്കും കോൺഗ്രസ് പാകിസ്ഥാൻ വാദം ഉയർന്നു വന്നു. പാകിസ്ഥാൻ വാദം ഉയർന്നു വരാൻ കാരണം കോൺഗ്രസ് ഗാന്ധിജിയുടെ ചില നടപടികളാണ്, ഗാന്ധിജി നെഹ്റുവിന് വേണ്ടി ചെയ്ത ചില നടപടികളാണ് അതിന് കാരണം. ഈ ജിന്ന തികച്ചും ദേശീയവാദിയായിരുന്നു, ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച് നടന്നിരുന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്നു. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറാകാതെ അദ്ദേഹത്തിനെ ഒഴിവാക്കി നിർത്താൻ തുടങ്ങിയതാണ് ഈ യഥാർത്ഥത്തിൽ ദ്വിരാഷ്ട്രവാദത്തിലേക്ക്, പാകിസ്ഥാൻ വാദത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ വാദമൊക്കെ ഇങ്ങനെ സജീവമായി വരുന്നു. സ്വാഭാവികമായിട്ടും ഡോക്ടർ ജി എൻ്റെ മനസ്സിൽ, അതായത് ഈ ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആ മഹാത്മാക്കളുടെ തത്വങ്ങളും അവരുടെ ഈ പ്രവർത്തനങ്ങളും ഡോക്ടർ ജിയെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു എന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതേപോലുള്ള ഗാന്ധിജിയുടെ നയങ്ങൾ വളരെ അപകടകരമായ രീതിയിലേക്ക് മാറും എന്ന് മനസ്സിലായ ഡോക്ടർ ജി ഭാരതത്തിലെ ജനങ്ങളിൽ ദേശീയത സൃഷ്ടിക്കാൻ, ദേശീയബോധം ഉണ്ടാക്കുന്നതിന് താൻ എന്തെങ്കിലും ചെയ്തേ കഴിയൂ എന്ന് തീരുമാനമെടുക്കുകയും ആ തീരുമാനമനുസരിച്ചാണ് അദ്ദേഹം
1925 സെപ്റ്റംബർ 27 അന്നൊരു വിജയദശമി ദിനമായിരുന്നു. വിജയദശമിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ ഒരു ദിവസം നാഗ്പൂരിന് സമീപമുള്ള മോഹിതവാഡയിൽ സംഘത്തിന് അഥവാ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വളരെ ചുരുങ്ങിയ 10-ൽ താഴെ ആളുകളുമായിട്ടാണ് അദ്ദേഹം RSSൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആ പ്രസ്ഥാനമാണ് ഇന്ന് ലോകമാകെ പടർന്ന് ലോകമാകെ ബഹുമാനിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയത്. ഡോക്ടർ ജി RSS എന്ന ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചെങ്കിലും 1930 നടന്ന ഉപ്പു സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ഇവയിലെല്ലാം RSS പ്രവർത്തകൻ എന്ന നിലയിലല്ലാതെ RSS പ്രവർത്തകർ മൊത്തവും, ഡോക്ടർ ജിയും RSSൻ്റെ പ്രവർത്തകരും എല്ലാവരും ഇതിലെല്ലാം പങ്കെടുത്തിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. RSSകാർ എന്ന നിലയിലല്ല, അല്ലാതെ ഈ സംഘടനയുടെ ഒരു ലേബലില്ലാതെ തന്നെയാണ് അദ്ദേഹവും ബാക്കി RSS പ്രവർത്തകരും അതിനകത്തിലെല്ലാം സജീവമായി പങ്കെടുത്തത്. അതുകൊണ്ട് ഗാന്ധിജിക്ക് ഈ അദ്ദേഹത്തോട് വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ തെറ്റായ നയങ്ങളെ എതിർത്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെങ്കിലും ഗാന്ധിജിക്ക് RSSനെ കുറിച്ച് കേട്ടറിവുണ്ടായി. അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ താല്പര്യമുള്ള ആളുമായിരുന്നു, തൽപരനുമായിരുന്നു. അത് കാരണമാണല്ലോ 1934 ഡിസംബറിൽ വാർധയിൽ നടന്ന RSS ശിബിരത്തിലെ പഠന ശിബിരത്തിൽ ഗാന്ധിജി സന്ദർശനം നടത്തിയത്. ഇതിനെക്കുറിച്ച് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ ക്യാമ്പ് സന്ദർശിക്കുകയില്ലായിരുന്നു. അവിടെ എത്തിയ ഗാന്ധിജിയെ അവിടുത്തെ സാഹചര്യം, അവിടുത്തെ അന്തരീക്ഷം വളരെയധികം അത്ഭുതപ്പെടുത്തുകയും ഏറെ സന്തോഷവാനാക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കണ്ടത് എന്താണ്? ജാതി ചിന്തകളോ പ്രാദേശികവാദങ്ങളോ മറ്റ് വിഭാഗീയ ചിന്തകളോ ഇല്ലാതെ 1500ഓളം സ്വയംസേവകരാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇത് കണ്ട് അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമുണ്ടായി, വളരെയേറെ ആനന്ദമുണ്ടായി. അടുത്ത ദിവസം തന്നെ അത് കഴിഞ്ഞ് ആ ക്യാമ്പ് സന്ദർശിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. വീണ്ടും ഗാന്ധിജി ഡോക്ടർ ജിയെ സന്ദർശിക്കാനെത്തി. അവിടെ വെച്ച് ഡോക്ടർ ജി സംഘം എന്താണെന്നും അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ഗാന്ധിജിക്ക് വിശദീകരിച്ചു കൊടുത്തു. നമുക്കറിയാം, നമ്മുടെ വ്യക്തി വികാസത്തിലൂടെ നമ്മുടെ രാഷ്ട്രത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അതിനുള്ള പദ്ധതികളാണ് ദൈനംദിന ശാഖകളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം വികസിച്ചെങ്കിൽ മാത്രമേ അതിലൂടെ മാത്രമേ നല്ലൊരു രാഷ്ട്രത്തെ പടുത്തുയർത്താൻ പറ്റുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ചിട്ടകളാണ്, അതിനനുസരിച്ചുള്ള പദ്ധതികളാണ് നമ്മുടെ സംഘശാഖകളിൽ അത് ചിട്ടപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല. ഈ അന്യമത സ്പർദ്ധയോ മറ്റ് ഒരു രീതിയിലുമുള്ള പ്രവർത്തനങ്ങളോ അവിടെ പരിശീലനങ്ങളോ അവിടെ നടത്തുന്നില്ല എന്നുള്ള കാര്യം ഗാന്ധിജിക്ക് ഉത്തമമായി ആ പഠന ശിബിരത്തിൽ പങ്കെടുത്ത് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം വീണ്ടും ഇവിടെ എത്തിയതും ഡോക്ടർ ജി സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗാന്ധിജിക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചത്. ഇത് കണ്ടും കൂടുതൽ അറിഞ്ഞും ഗാന്ധിജി മടങ്ങാൻ നേരം ഡോക്ടർ ജിയോട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ?
അദ്ദേഹം പറഞ്ഞത്, ഡോക്ടർ ജി, അദ്ദേഹം ഡോക്ടർ ജി എന്ന് തന്നെയാണ് വിളിച്ചത്, ഡോക്ടർ ജി, താങ്കളുടെ ഉദ്ദേശശുദ്ധിയും ആത്മാർത്ഥതയും താങ്കളെ തീർച്ചയായും വിജയത്തിലേക്ക് എത്തിക്കും. അദ്ദേഹം, ഗാന്ധിജി ഡോക്ടർ ജിയെ ഈ RSS എന്ന പ്രസ്ഥാനത്തെയും അത്രമാത്രം അനുഗ്രഹിച്ചുവിട്ടാണ് അദ്ദേഹം പോയത്. ആ വാക്കുകളും ഏറെ ഫലിച്ചു. അപ്പോൾ ഗാന്ധിജി പോലും അനുഗ്രഹിച്ച് ആശീർവദിച്ച ആളാണ് ഈ ഡോക്ടർ ജിയും RSS എന്ന പ്രസ്ഥാനവും. അദ്ദേഹത്തെയാണ് ഈ കോൺഗ്രസിൻ്റെ മേൽപ്പറഞ്ഞ നേതാക്കൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് എന്നോർക്കുമ്പോൾ ഈ വിദ്വാൻമാർ ഗാന്ധിജിയെ തന്നെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഗാന്ധിജിയെ തന്നെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നതിന് തുല്യമല്ലേ? ആന്ന് തീർച്ചയായും. 1940 ജൂൺ 21 ഭാരതമാതാവിൻ്റെ മഹാനായ പ്രിയപുത്രൻ 51-ാം വയസ്സിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ഭാരതമാതാവിൻ്റെ മടിയിൽ നിത്യനിദ്രയിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ വിധാതാവ് നൽകിയിരുന്ന നിയോഗമായിരുന്നു ഇത്. ഇത്തരം ഒരു ഭാരതത്തിൻ്റെ ആ ഒരു സുരക്ഷ, അതിൻ്റെ ഐക്യം, അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന്, ഭാരതത്തിനെ പരമവൈഭവത്തിലെത്തിക്കുന്നതിനായി ജനങ്ങളെ അത് ജാതി മത ചിന്തകൾക്കതീതമായി ഭാരതമെന്ന മാതാവിൻ്റെ പുത്രരാണ് തങ്ങൾ എന്ന ഒരു ദേശീയ ബോധം എല്ലാ ജനങ്ങളിലും, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, സിഖ് ആകട്ടെ, ആരായാലും അവരിലെല്ലാം ഇത്തരം ഒരു ദേശീയ ബോധം വളർത്തിയെടുത്ത് ഭാരതത്തിനെ ആ പരമമായ ആ ഒരു സ്ഥാനത്ത് ഇരുത്തുക എന്നുള്ള ലക്ഷ്യം, ആ ഒരു നിയോഗം ഡോക്ടർ ജിക്ക് നമ്മുടെ വിധാതാവ് നൽകിയിരുന്നു, ഭഗവാൻ നാരായണൻ നൽകിയിരുന്നു. അത് അദ്ദേഹം വളരെ ഭംഗിയായി നിയോഗിച്ച് 51-ാം വയസ്സിൽ 1940 അദ്ദേഹം ഈ ലോകത്തോട് നമ്മളോടെല്ലാം വിട പറഞ്ഞ് നിത്യനിദ്രയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ മുൻ പ്രധാനമന്ത്രി, ഇവർ പറയും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഡോക്ടർ ജിയെ വിശേഷിപ്പിച്ചത് ഒരു മഹാനായ ദേശസ്നേഹി, സ്വാതന്ത്ര്യ സമര സേനാനി, ദേശീയവാദി എന്നിങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ പറയും, വാജ്പേയിയോ, അങ്ങേര് BJP-കാരനാ, അങ്ങേര് ഈ പ്രസ്ഥാനത്തിൽ കൂടെ വന്ന ആളാണ്, അങ്ങേര് അന്നേരം ഇങ്ങനെയല്ലേ പറയൂ എന്ന് ഇവർ ചോദിക്കും. എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു നേതാവായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് കോൺഗ്രസിലെ നേതാവും, ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ, രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലും ഒക്കെ പ്രധാന മന്ത്രിപദം വഹിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ പ്രണബ് മുഖർജി. അദ്ദേഹത്തിനെ പിന്നീട് കോൺഗ്രസ് നേതാവായതുകൊണ്ട് അദ്ദേഹത്തിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടും നിയോഗിച്ചതാണ് കോൺഗ്രസ്സുകാർ. അദ്ദേഹം എന്താണ് പറഞ്ഞത് ഡോക്ടർ ജിയെക്കുറിച്ച്? അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സന്ദർശിച്ചതിന് ശേഷം മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് മുഖർജി അദ്ദേഹത്തെ വിളിച്ചത്, ഡോക്ടർ ജിയെ വിളിച്ചത് ഭാരതത്തിൻ്റെ മഹാനായ പുത്രൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഡോക്ടർ ജി ഒരു രാജ്യദ്രോഹിയാണോ? ഇത് കേൾക്കുന്ന ജനങ്ങൾ, ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചത് കേട്ട ജനങ്ങൾ തന്നെ ചിന്തിക്കുക, ഡോക്ടർ ജി ഒരു രാജ്യദ്രോഹിയായിരുന്നു എന്ന്. എന്നിട്ട് ഇത്തരക്കാർക്ക് ശക്തമായ മറുപടി നൽകാൻ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത്, നമ്മുടെ രാജ്യം ലോകത്ത് ഏറ്റവും വലിയ ഇതാകണം
എന്നുള്ള ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.